ഇന്നലെയും ഒരു മനുഷ്യനെ കൊണ്ടുവന്നു, ആത്മഹത്യ ചെയ്ത മനുഷ്യൻ, ആത്മഹത്യക്ക് ശ്രമിച്ചു വരുന്ന മനുഷ്യർ, അങ്ങനെ പലരെയും നമുക്ക് കാണാറുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത്? സ്വന്തം ജീവിതത്തോടുള്ള പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ്, സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്, തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സ്വന്തം ജീവിതമായി വ്യാഖ്യാനിച്ചു പോകുന്നിടത്താണ്. തീർച്ചയായും നമ്മളെ കയ്യിൽ ഒരു 10 കോടിയുടെ രൂപമുണ്ട്, 10 കോടിയുടെ രൂപക്കെട്ടുണ്ട്, പണക്കെട്ടുണ്ട്. അതിലേക്ക് കുറേ മണൽത്തരികളൊക്കെ വീണ് അതിങ്ങനെ അശുദ്ധമായി കിടക്കുകയാണ്. നമ്മൾ ആ 10 കോടി രൂപ ഉപേക്ഷിക്കാൻ തയ്യാറാവുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് അതവിടെ അടിഞ്ഞുകൂടി അത് അഴുക്കായി മാലിന്യമായി അവിടെ നിൽക്കുമ്പോൾ അതിനുള്ളിൽ നമ്മളെ ജീവിതം കുടുങ്ങി. ഇതൊന്ന് പൊടിച്ച് ഒന്ന് തട്ടിക്കളഞ്ഞാൽ മാറുന്നൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാതെ അതിനെ നമ്മുടെ ജീവിതത്തിലെ വ്യാഖ്യാനിച്ച് അതിനെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ 1 കോടി രൂപൻ്റെ മേൽ പൊടികളുണ്ടായിക്കഴിഞ്ഞാൽ ഈ പൊടി പോക്കുന്നതിന് പകരം ആ രൂപ തന്നെ എടുത്ത് കളയുന്നൊരവസ്ഥയാണ് പലപ്പോഴും ആത്മഹത്യയിലൂടെ മനുഷ്യൻ ചെയ്യുന്നത്. അതിന് വേണ്ടത് എന്താണ്? മനുഷ്യന് ഒന്ന് ജീവിതത്തിൽ തൻ്റെ ജീവിതവും തൻ്റെ പ്രശ്നങ്ങളും ഒന്നല്ല എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. ഈ രൂപയുടെ മുകളിൽ ഒരുപാട് മാലിന്യങ്ങൾ വന്ന് കൂടുന്നത് പോലെ ആ മാലിന്യങ്ങളല്ല ഈ രൂപം, മാലിന്യങ്ങളല്ല അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല. ആ ഒരു തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. പിന്നെ സ്വന്തം ജീവിതത്തോടൊരു പ്രണയമാണ് ഉണ്ടാവേണ്ടത്. ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് സ്വന്തത്തോട് പറയാൻ പറ്റണം. പിന്നെ ജീവിതത്തിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വേണം. ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള മൂല്യങ്ങളായിരിക്കണം. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറും ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു പ്രശസ്ത പണ്ഡിതനും തമ്മിലുള്ളൊരു സംസാരമൊക്കെ കാണാനിട വന്നു. മനുഷ്യന് ആത്മീയത, ഒരു മൂല്യങ്ങൾ സമ്മാനിക്കാതിരിക്കുന്നിടത്തോളം കാലം മനുഷ്യന് സ്വന്തം ജീവിതത്തോടുള്ള പ്രണയം ഇല്ലാതാവും. മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം മനുഷ്യൻ്റെ ജീവിതത്തെ നയിക്കുന്ന ഒരു ഗൈഡായി മാറുമ്പോൾ അവൻ സ്വന്തം ജീവിതത്തോട് ഇഷ്ടം വരും, ആ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാവും, അർത്ഥം ഉണ്ടാവും. ഇതുണ്ടായിക്കഴിയുന്നൊരു മനുഷ്യന് ഒരിക്കലും സ്വന്തം ജീവിതം ഉപേക്ഷിക്കാനുള്ള മനസ്സ് വരില്ല. ആ ഒരു ജീവിതത്തോടുള്ള പ്രണയം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പ്രശ്നത്തെയും പ്രതിസന്ധിയെയും അത് സ്വന്തത്തോട് ചേർത്ത് വെക്കാതെ അത് തന്നിൽ നിന്ന് ഡിറ്റാച്ച്ഡ് നിർത്തുമ്പം ഒരിക്കലും അതൊരു മനുഷ്യന് സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യത്തെ അമൂല്യമായി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. സ്വന്തം ജീവിതത്തെ ഇഷ്ടപ്പെടുക, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതൊരു നമ്മൾ പറയല്ലോ, ഒരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിലൂടെ ഇങ്ങനെ വളരെ ശക്തിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ മുട്ട ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി സത്യം ഒക്കെ. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷനല്ല. ആത്മഹത്യ ചെയ്ത് ജീവിതത്തെ നഷ്ടപ്പെടുത്തൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇത്രയും അമൂല്യമായ ജീവിതത്തെ, സ്വന്തം ജീവിതത്തെ പ്രണയിച്ചിട്ട് ആ ജീവിതത്തോടുള്ള പ്രണയം തൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിസ്സാരമാക്കാൻ, തന്നെ ഡിറ്റാച്ച് ചെയ്യാനും പ്രേരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഒക്കെ ഈ വിഷയത്തിൽ നമ്മൾക്ക് ഒരുപാട് വീഡിയോസ് വീണ്ടും ചെയ്യുന്നതാണ്. ബൈ.